ഹായ് ഗായ്സ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഓണമാണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഞാനിന്ന് സമയം കുറച്ച് ലേറ്റായിപ്പോയി എണീറ്റപ്പം. അപ്പം ഞാനിന്ന് ഈ ഡ്രസ്സാണ് വെയർ ചെയ്യുന്നത് ഓണമായിട്ട്. സാരി ഒന്നും കിട്ടിയില്ല ഫൈനലി. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് വെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പൂവിടുന്ന ഒരു കാര്യത്തിലേക്ക് പോവാം. ഞാൻ ചെറുതായിട്ട് കുറച്ച് ഒരു പൂ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പൂവ്. അപ്പം ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പൂവിടുന്ന വീഡിയോ കാണാം. ചെറിയൊരു വീഡിയോ ആട്ടോ പൂവിടുന്നത്. അപ്പം അത് കാണാം. പിന്നെ ഇന്ന് ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ആണ്. പിന്നെ ഫുഡ് ഉണ്ടാക്കാനുണ്ട്, കുറച്ചൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി ഫുള്ള് സെറ്റപ്പ് ചെയ്യാനുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങളിലൊക്കെ പോവാം. അപ്പം ഇന്നൊരു വലിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഓക്കെ? അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനും റെഡി ആയിട്ടുണ്ട്, ഐസിനും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മിനിമൽ മേക്കപ്പ് ലുക്കാണ്. മിനിമലായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു എന്താ പറയുക, ലിപ്സ്റ്റിക്കും അതുപോലെ മോയ്സ്ചറൈസറും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് പൂവിടാനുള്ള പരിപാടിയിലേക്ക് പോകാം. അപ്പം ഇത്രയൊക്കെയാണ് പൂവുള്ളത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇത് ഞാനിങ്ങനെ ഡിസൈന് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒരു ഇത് നമ്മളെ യെല്ലോ പൂവാട്ടോ. നമ്മൾ വാങ്ങിയതപ്പോ ശരി ഇതാണ് നമ്മൾ ഫൈനലി ലുക്ക്. ഇത് നമ്മളിപ്പോ വാങ്ങിയതാട്ടോ. ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരുപാട് ചേച്ചീൻ്റെ വീട്ടിൽ, ഞങ്ങൾ അടുത്തുള്ള ചേച്ചീൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പൂവിട്ടിട്ടുണ്ട്. ഞാൻ വരുന്ന ഒരു ചേച്ചി പൂവിടാതെ വെയിറ്റ് ചെയ്യുന്നത്. അത് എനിക്കിപ്പോൾ ഇങ്ങനെ ഓർമ്മ വരുന്നത് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലോടും. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ ഇത്ര ഒരു ഓണം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് ഓറഞ്ച്. നിക്ക് പതുക്കെ പതുക്കെ. ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു എന്താ പറയുക, ആ ഒരു ഫെസ്റ്റിവ്സ് ഒരു എന്താ വൈബൊന്നും നമുക്ക് പുറത്തൊന്നും കിട്ടില്ല. അത് നമ്മൾ എത്ര എന്താ പറയുക ട്രൈ ചെയ്താൽ കേട്ടോ. ഐസി എന്താ വീക്ക് കൊളാക്കണ ഐസിനെ? നമുക്കറിയില്ല, എണീറ്റ് പോയിക്കോ. ഇല്ല കൊളാക്കാൻ എനിക്കറിയാം. പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ. ഇതിനെ പാട്ടറിയാം. मम्मी
ഫോട്ടോ എടുക്കും. മാറി നിൽക്കണം അനഞ്ഞു വേണം അതിന്റെ മുന്നിൽ കണ്ടു തിരിഞ്ഞിട്ടുണ്ട് വലിയ പഴം. അപ്പോൾ സദ്യയുടെ സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട്. പായസം, സാമ്പാർ, പുളിഞ്ചി, ചോറ്, മോര് കാച്ചിയത്, കൂട്ടുകറി, ഉപ്പേരി, പിന്നെ എന്താ ഇതിന് പറയാ ഏതെന്തെങ്കിലും സാമ്പാർ. എന്തോ ആണ്, എനിക്ക് മറന്നുപോയി. പിന്നെ പച്ചടി, അച്ചാർ, മമ്മിക്ക് പിന്നെ നമ്മുടെ പൂക്കളം, പിന്നെ ഇല ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് വിളമ്പാം. ഓക്കെ, ഞാൻ രസിക്കാം. രസിക്കാം. അതിന്റെ മുന്നിൽ കൂടെ നടക്കല്ല. കുറച്ച് കൂടെ ആദ്യം തന്നെ മാറി മാറി ചോറ് വേണം കേട്ടോ. ചോറ് 2 നീ കൂട്ടുകറിയാണ് കേട്ടോ. അവിയൽ കേട്ടോ, അവിയൽ പേര് കാണിക്കില്ല. എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ, ആരില്ല. പേര് ആർക്ക് ഈ വീഡിയോയുടെ മുന്നിൽ സാമ്പാറും അച്ചാറും ഒക്കെ മമ്മി ഫുൾ ഉണ്ടാക്കി. പച്ചടി, പിന്നെ ഇത് വേറെ ആരൊന്നും ഉണ്ടാക്കിയ മമ്മി മാത്രം ഉണ്ടാക്കിയ. ഞാനൊന്നും ഉണ്ടാക്കില്ല ഗൈസ്. അടുത്തത് മോര് കാച്ചിയത്. യെസ്, മോര് കാച്ചി. ചെറിയ ഇല ആയതുകൊണ്ട് വെക്കാൻ കുറച്ച് നോക്കാം. ഇനി നമ്മുടെ പഴം. അച്ചാറ്. മമ്മി അച്ചാറിന്റെ സ്പൂൺ ഇവിടെ. നമ്മുടെ ചക്രവരട്ടി അല്ല ചിപ്സ് ഇത് റെഡി ഇതാണ്. ശർക്കര. ചക്രവരട്ടി
ഇത് ഉപ്പാട്ടോ. ഞാനല്ല മമ്മിയെ. ഞാനല്ല മമ്മിയെ വായിച്ചല്ലേ. ഇങ്ങനെ അയ്യേ അയ്യ. ഇതിലുണ്ടാ. മമ്മിയെ മതിട്ടത്. ഇതാണ് മെയിൻ ആയിട്ടുള്ള സാമ്പാർ. എനിക്ക് ഇഷ്ടമാണ് സാമ്പാർ. ഇഷ്ടമാണ് സാമ്പാർ. എനിക്ക് വേണം ആലു. ഇതൊക്കെ തരുമോ? ഇതാണ് ഞാൻ തിന്നത്. ആലു. ആലു തരാം. ഞാൻ അടുത്ത പായസം വന്നിട്ടോ. എല്ലാവർക്കും തിരിഞ്ഞോളൂ. ആർക്ക് വീഡിയോ കൊടുക്കുന്നു? മാറിക്ക് മോനെ. എന്താ വെള്ളം. അപ്പോൾ പായസം, വെള്ളം, കൂട്ടുകറി, അവിയൽ, ഉപ്പേരി, പച്ചടി, പഴം, വറുത്ത പഴം, സാമ്പാർ, ചോറ്, പുളിഞ്ചി, മോര് കാച്ചിയത്, അച്ചാർ. ഇതെന്താ ശർക്കര ഉപ്പേരി, നെയ്യ്, ഉപ്പ്, പഴം പിന്നെ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇത് മൂന്നാളും ഇതൊക്കെ കേട്ടോ ഇതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ. അച്ചാറുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ, അത് മറന്നുപോയി പറയാൻ. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് കേട്ടോ, നമ്മളെ സഹായിക്കാൻ വരുന്ന ആൾ ആണ്. അപ്പോൾ അവർ കഴിച്ചിട്ടില്ല, നമുക്ക് അവരെ കൂടെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ പായസം ഞാൻ കുറച്ചേ വിളമ്പിയിട്ടുള്ളൂ കേട്ടോ, കാരണം ചൂടുണ്ട്, നന്നായിട്ട് ചൂടുണ്ട്. അപ്പോൾ അത് കാരണം കുറച്ച് വിളമ്പിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 2-3 ഫോട്ടോസ് എടുത്തിട്ട് ബാക്കി കാണാം. അപ്പോൾ ഇതാണ് നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് സരിതാ ദേവി. कैसे टेस्ट कर? काके सुपर बीकर सुपर. ഞാനും കൂടി ഇരിക്കട്ടെ കേട്ടോ, അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. കൊഞ്ചല്ലേ ഈ കഴിക്ക്. ഗുഡാണ്. മമ്മി ഇതില് മുളകിട്ടുന്ന എന്തിന് ഇതില് എന്തിന് മുളകിട്ടുന്ന? अब डिपी में आ जाए. आप तो कैसे खाते हैं ना, केले के पत्ता पे. हाँ आपने इतना है. अब यार अभी आने दीदी यहाँ पे. अभी बैठे हुए थे, ठीक है, तैयारी हो रहा था. अभी मुंह में अभी रखे आपको दिखाने के बाद.
देखे नहीं है क्या जी? केरला के खाना है सारा। പഴം തിന്നട്ടെ. ए, अब देखिए मुझे चम्मच में थोड़ी ना आता है। देखिए आप ही समझिए। देखिए തോര चावल है, ഇട്ടു. ചോല സൈഡിൽ വെച്ചു. ഓക്കേ. और देखें पानी बच्चे से खाबू नहीं करेगा। मुझे भी लगता है। अंकल आंटी भी काम करते थे, ऊपर आंटी काम करते थे हमेशा। इडली सांभर बनाती थी, सामान हमेशा बनाती थी। वो भी केरला से थी। പപ്പ വയ്യ. ഓ പപ്പടം ഇല്ലേ? പപ്പടം എന്താ കഴിക്കാഞ്ഞേ? പപ്പടം ഇല്ല അവിടെ. വീഡിയോ പോസ് ചെയ്തിട്ട് അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ വക ഓണാശംസകൾ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പൂക്കളം. ചെറുതായിട്ടൊരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മള് ഉണ്ടാക്കിയതാ. നമ്മള് രണ്ടാളും ഉണ്ടാക്കിയതാ. ആന്റി ചോറ് കഴിക്കാൻ വന്നിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ എങ്ങനെയുണ്ട് ഞങ്ങളുടെ രണ്ടാമത്തെ ഡ്രസ്സ്? സൂപ്പർ അല്ലേ? മുണ്ട് നീങ്ങിക്ക്, മുണ്ട് കാണിക്ക്. ഓക്കെ, താങ്ക് യു, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.